ഋതിക, ഇപ്പൊ എനിക്ക് ദീപകേട്ടനോട് പ്രണയമാ. എനിക്കിനി ദീപകേട്ടനെ മറക്കാൻ കഴിയില്ല. ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ ഋതിക മുൻകൈ എടുക്കണം. ഇവൻ എന്തു പറ്റി? ഒന്നിലിടപെടാതെ മാറി നിൽക്കുകയാണല്ലോ. രാജു. ആ മേഡം. മേഡം കൂടം. ഇത്രയും നാളായിട്ടും രാജുവിന് എന്നെ ചെറിയമ്മയെന്ന് വിളിക്കാനായില്ലേ? പത്മയെടുത്തി അമ്മയെന്നല്ലേ വിളിക്കുന്നേ? പിന്നെ എന്നെ ചെറിയമ്മയെന്ന് വിളിച്ചാലെന്താ? ഞാനെന്താ അന്യയാ? അയ്യോ, അങ്ങനെയല്ല. എന്നാ ഇനി അങ്ങനെ വിളിക്കാവൂ. ശരി. നീ എന്താ ഋതുമോളുടെ അടുത്തേക്കൊന്നും പോവാതെ ഇവിടെ മാറി ഒറ്റയ്ക്കിരിക്കുന്നേ? ഋതു ആ പെണ്ണിനോട് സംസാരിക്കല്ലേ, ആനന്ദം പിള്ളയുടെ സന്തതിയോട്. രാജു, അനന്തം പിള്ള ഇങ്ങോട്ട് എറിഞ്ഞുവിട്ട പുല്ലാണി മൂർഖനാണോ ആ പെണ്ണ്? ആ എന്തോ ആവട്ടെ, നമുക്കെന്ത് ഛേദം? ചെറിയമ്മേ. ഈ വിളിയൊന്ന് കേൾക്കാൻ ഞാൻ എത്ര നാളായി കൊതിച്ചിട്ടുണ്ടെന്നറിയോ? ഇനി എന്നെ ഇങ്ങനെ വിളിക്കാവൂ? ഇതിനൊക്കെ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിളേ ഉള്ളൂ, ഇപ്പൊ അതങ്ങ് മാറി. അല്ല, രാജു എന്താ വിളിച്ച്? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആ പെണ്ണിനെ എനിക്ക് നേരത്തെ അറിയാം. ആ അനന്തം പിള്ളയുടെ മോളെയോ? ആ. അവള് രാജുവിനെ കണ്ണിമ വെട്ടാതെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അല്ല, ഇവളെ രാജുവിന് എങ്ങനെ അറിയാം? മാരിവാനീസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോ ഇവളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ബാച്ചിലല്ല. ഓ, വല്ല ലൈനും ആയിരുന്നോ? അയ്യോ, ആ വഴിക്ക് പോകുന്ന ആളൊന്നും അല്ല ഞാനെന്ന് ചെറിയമ്മയ്ക്കറിയാലോ. അതറിയാം. രാജു പണ്ട് സ്ത്രീവിദ്വേഷി ആയിരുന്നല്ലോ. പക്ഷേ ഇവൾ എന്റെ പുറകെ കുറെ നാള് നടന്നതാ. എന്നിട്ട്? എന്തായാലും അതൊരു വൺ വേ ലൈൻ ആയിരിക്കുമല്ലോ. അവൾ നിന്നെ പ്രേമിച്ചോ? അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു? പറയേ. പറയാം. ശല്യം മൂത്തപ്പോ മേലിൽ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. അപ്പോ അവള് പ്രതികാരദാഹിയായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലോ? അവളുടെ ചെകിടത്തൊന്ന് കൊടുത്ത കാര്യേ ഋതുമോളോട് പറഞ്ഞേക്കേ. ഭാര്യയോട് ഒന്നും മറച്ചു വെക്കണ്ട. ഋതുവിനോട് ഇതൊക്കെ പറയണോ? ഗതികെട്ട് കയറി വന്ന പെണ്ണ, അവളെ വെറുതെ നാണം കെടുത്തണ്ട.